ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാനേജ്മെന്റ് ആൻഡ് HRM റിലേറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. സോ കമ്പാരിറ്റീവ്ലി ഈസിയർ ഏരിയാസ് ആണ് മാനേജ്മെന്റ് ആൻഡ് HRM ഏരിയയിൽ നിന്നും വരാറ്, നോർമലി ചോദിച്ചു കാണുന്നത്. എന്നാലും ലാസ്റ്റ് ഇയറിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. സോ എല്ലാം ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക ആൻഡ് ആഫ്റ്റർ ദാറ്റ് വിൽ ഡിസ്കസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: which of the following method of training is not a part of off-the-job training methods? So we know training methods നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്ന് നമുക്കറിയാം, ഓൺ ദി ജോബും ഓഫ് ദി ജോബും. സോ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡിന്റെ പാർട്ട് അല്ലാത്തത്? സെൻസിറ്റിവിറ്റി ട്രെയിനിങ്, ട്രാൻസിഷണൽ ട്രെയിനിങ്, ദെൻ അപ്രന്റീസ്ഷിപ്പ്, കോൺഫറൻസ് മെത്തേഡ്. ഇതിൽ ഏതാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡിന്റെ പാർട്ട് അല്ലാത്തത്? ഓക്കെ, ഫൈൻ. സോ എല്ലാവരും പറയുന്നത് ഓപ്ഷൻ 3 ആണ്. വെരി ഗുഡ്, ലെറ്റ്സ് ചെക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ, ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് ആക്ച്വൽ വർക്ക് ഫ്ലോറിൽ അല്ലെങ്കിൽ ആക്ച്വൽ വർക്ക് സ്പേസിൽ തന്നെ എംപ്ലോയീസിനെ, സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആ മെത്തേഡിനെയാണ് നമ്മൾ ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. വെറസ് ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വർക്ക് എൻവയോൺമെന്റിൽ നിന്ന് മാറ്റി നിർത്തി, എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന മെത്തേഡാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ്ങിൽ വരുന്നത്. സോ ഓഫ് ദി ജോബ് ട്രെയിനിങ് കംപ്രൈസസ് ഓഫ് എ പ്ലേസ് specifically allotted for training purpose that may be near to the actual workplace, where the employees are required to learn skills and get well equipped with the tools and techniques that are to be used in the actual work floor. അവർ റിയാലിറ്റിയിൽ യൂസ് ചെയ്യേണ്ടി വരുന്ന ടൂൾസും ടെക്നിക്സും മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി, എന്നാൽ അവർ വർക്ക് എൻവയോൺമെന്റിൽ നിന്ന് മാറ്റി നിർത്തി ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത്തരം ട്രെയിനിങ് മെത്തേഡ്സിനെയാണ് നമ്മൾ ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ as we said, on the job training methods in example ആയിട്ട് പറയാവുന്നവയാണ് കോച്ചിങ്, മെന്ററിങ്, then job rotation, job instructional training, apprenticeship training, understudy or internship. All these are examples for on the job training methods. ഓരോന്നും എന്താണെന്ന് നിങ്ങൾ റെഫർ ചെയ്യുക, ബിക്കോസ് നമ്മൾ ഡീറ്റെയിൽ ലെക്ചേഴ്സ് നടത്തിയിട്ടുണ്ട്, നിങ്ങൾ അത് നോക്കിയാലും മതി. വീഡിയോ ലെക്ചേഴ്സ് ആർ അവൈലബിൾ. ദെൻ ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സിന് എക്സാമ്പിൾ ആണ് ലെക്ചേഴ്സ്, കോൺഫറൻസസ്, കേസ് സ്റ്റഡീസ്, then vestibule training, reality പോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുക vestibule, and simulation exercises, sensitivity training, transactional training, business games, role playing. All these are the examples for off the job training methods. So on the job training method ആയിട്ട് പറയാവുന്നത് apprenticeship ആണ്. നമ്മളുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു apprenticeship. അതൊരു ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് അല്ല, ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ്. ഓക്കെ, സോ ഈ ഏരിയയിൽ കണക്റ്റഡ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് ഓരോ ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് മനസ്സിലാക്കിയേക്കുക, എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് മനസ്സിലാക്കുക. സോ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ ഓരോന്ന് നോക്കുകയാണെങ്കിൽ അപ്രന്റീസ്ഷിപ്പ്, ആദ്യത്തെ നമ്മൾ ജസ്റ്റ് അപ്രന്റീസ്ഷിപ്പ് മാത്രം നോക്കുന്നു. ഈ കൺസെപ്റ്റ് ഉദ്ദേശിക്കുന്നത് ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് is generally given to people in craft, trade or technical field that require long term learning before they actually gain proficiency in their respective disciplines. ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടണം, ആ വഴി മാത്രം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജോബ്സ് ആണെങ്കിൽ, ഒരുപാട് പഠിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ സാധിക്കുക, സ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുള്ളെങ്കിൽ അങ്ങനെയുള്ള എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് അപ്രന്റീസ്ഷിപ്പ്. ദിസ് ട്രെയിനിങ് ഈസ് എ ബ്ലെൻഡ് ഓഫ് ക്ലാസ് റൂം ആൻഡ് ഓൺ ദി ജോബ് ട്രെയിനിങ് ആൻഡ് ഈസ് കണ്ടക്റ്റഡ് അണ്ടർ ക്ലോസ് സൂപ്പർവിഷൻ. ഒരു സീനിയറുടെ വ്യക്തമായിട്ടുള്ള കെയറിൽ തന്നെ അവർ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അങ്ങനെ നമ്മളുടെ റെഗുലർ വർക്ക് തന്നെ ഒരു ആളുടെ ഒപ്പം നിന്നുകൊണ്ട്, ഒരു സീനിയർ എംപ്ലോയിയുടെ ഒപ്പം നിന്നുകൊണ്ട് ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതൊരു ക്ലാസ് റൂം അറ്റ്മോസ്ഫിയർ ഓൺ ദി ജോബിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ആയി. Then this can be extended to 3 to 4 years. ഷോർട്ട് സ്പാൻ ഉണ്ട്. അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുമ്പോൾ ചെറിയ ടൈം ഡ്യൂറേഷനിലേക്കും ആകാം. അതോടൊപ്പം 3 മുതൽ 4 വർഷം വരെയുള്ള വലിയ ടൈം ഡ്യൂറേഷനിലും അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യാം. സോ എക്സാമ്പിൾസ് പറയാവുന്നത് ക്രാഫ്റ്റ്മാൻ ജോബ്, മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, ടൂൾ മേക്കർ, ഇവർക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള അപ്രന്റീസ്ഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ എങ്ങനെയാണ് മറ്റൊരാൾ ചെയ്യുന്നതെന്ന് കണ്ടു മനസ്സിലാക്കി ചെയ്തു പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. Then on the job training is based on the principles of
പ്രിൻസിപ്പിൾ ഓഫ് ലേണിംഗ് ബൈ ഡൂയിങ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ അപ്രന്റീസ്ഷിപ്പിലും അതേപോലെ എല്ലാ ഓൺ ദി ജോബ് ട്രെയിനിങ്ങിലും യൂസ് ചെയ്യുന്നത്. ചെയ്തു പഠിക്കുക. സോ ദിസ് ടൈപ്പ് ഓഫ് ട്രെയിനിങ് ഈസ് ബെനിഫിഷ്യൽ ബോത്ത് ഫോർ ദി വർക്കേഴ്സ് ആൻഡ് ദി ഓർഗനൈസേഷൻ. Thus, apprenticeship is not a part of the job training method. As we said, ഇത്തരത്തിൽ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അധികം ഫുൾ റെമ്യൂണറേഷനോട് കൂടി ആയിരിക്കണം എന്നില്ല അപ്രന്റീസ്ഷിപ്പ് കൊടുക്കുന്നത്. ചെറിയൊരു റെമ്യൂണറേഷനോട് കൂടി റെഗുലർ സാലറിയോട് കൂടി അല്ലാതെ തന്നെ ഓർഗനൈസേഷൻ സംബന്ധിച്ച് ബെനിഫിഷ്യൽ ആവുന്ന രീതിയിൽ അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അതോടൊപ്പം എംപ്ലോയീസിന് നോളജ് ഗെയിൻ ചെയ്യാൻ സാധിക്കും ഈ ഒരു ട്രെയിനിങ് പീരീഡിൽ. സോ അതാണ് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്. ദെൻ നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്ന മറ്റൊരു ട്രെയിനിങ് മെത്തേഡ് ആയിരുന്നു സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് ട്രെയിനിങ് with the goal of making people more aware of their own goals as well as their prejudices and more sensitive to others and to the dynamics of group interaction. It is a part of the job training as it is not directly related to learning by doing. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു എംപ്ലോയിയുടെ അവരുടെ സെൻസിറ്റീവ് ഏരിയാസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരെ എങ്ങനെ കൺസിഡർ ചെയ്യുന്നു, അവരുടെ പ്രെജുഡൈസസ് എങ്ങനെയാണ്, അവർ മുൻധാരണകൾ എന്തൊക്കെയാണ്, അവരുടെ കൺസെപ്റ്റുകൾ എന്താണ്, ആ ഇൻഡിവിജ്വൽ ഏത് രീതിയിൽ പെരുമാറും തുടങ്ങിയവയെ മാറ്റുക. ബെറ്റർ ഇന്ററാക്ഷൻ ക്രിയേറ്റ് ചെയ്യുക, ഗ്രൂപ്പിനകത്ത് എങ്ങനെ പെരുമാറണം തുടങ്ങിയിട്ടുള്ള ഐഡിയാസ് എംപ്ലോയീസിലേക്ക് കൊണ്ടുവരിക, അവരുടെ സെൻസിറ്റിവിറ്റി ചെക്ക് ചെയ്യുക. ഇതാണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് ബിക്കോസ് ഡൂയിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റിയിലകത്ത് വരുന്നില്ല. ഇവിടെ ഒരു വർക്ക് ചെയ്തുകൊണ്ടല്ല പഠിക്കുന്നത്, പക്ഷേ വർക്കിൽ നിന്നും മാറ്റി നിർത്തി സെപ്പറേറ്റ് ആയിട്ടാണ് ഓരോ എംപ്ലോയിയും ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത്. അവരുടെ സെൻസിറ്റിവിറ്റി മാനേജ് ചെയ്യാൻ, ഏത് രീതിയിലായിരിക്കണം, എങ്ങനെ സെൻസിറ്റീവ് ആയിരിക്കണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു എംപ്ലോയിയെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് ഒരു വർക്ക് എൻവയോൺമെന്റിൽ നിന്ന് മാറ്റിക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. രണ്ടാമതായിട്ട് ട്രാൻസാക്ഷണൽ അനാലിസിസ്. Training method, it's a training method to develop interactive and communication skills among employees. Transactional analysis is a means to know why people are as they really are, and and also why they say and do things that are actually say or do. അതായത് ഇപ്പോൾ ഒരു എംപ്ലോയിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ട്രാൻസാക്ഷണൽ അനാലിസിസ് വഴി ചെക്ക് ചെയ്യപ്പെടുന്നത് ആ എംപ്ലോയി എന്തുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി അവർക്കുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ അവർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു തുടങ്ങിയവ നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നു. വെൻ അപ്ലൈഡ് ടു ജോബ് സിറ്റുവേഷൻ it provides an understanding of how people relate to each other and how communication and human relationships between them can be made more effective. It is a part of the job training and not directly related to learning by doing. ഇവിടെ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യമേ പറഞ്ഞു, എംപ്ലോയീസിന്റെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്റ്റീവ് സ്കിൽസ് ആണ് ട്രാൻസാക്ഷണൽ ട്രെയിനിങ്ങിനകത്ത് ക്രോസ് ചെക്ക് ചെയ്യപ്പെടുന്നത്. സോ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്റ്റീവ് സ്കിൽസ് നമ്മൾ പറഞ്ഞു. എങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യും? സോ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യുന്നത് എംപ്ലോയീസ് എന്തുകൊണ്ടാണ് പീപ്പിളിനെ മനസ്സിലാക്കുക, അതോടൊപ്പം അവർ എന്താണെന്ന് മനസ്സിലാക്കുക, അവരെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, അവരുടെ ബിഹേവിയർ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ ഒരു എംപ്ലോയി മറ്റൊരു എംപ്ലോയിയുമായിട്ട് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നും അവരുടെ ഹ്യൂമൻ റിലേഷൻഷിപ്സ് എങ്ങനെയാണ് ഓർഗനൈസേഷനകത്തെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുവഴി ബെറ്റർ ഇന്ററാക്ഷൻ ക്രിയേറ്റ് ചെയ്യുകയും ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുകയും ബെറ്റർ ഹ്യൂമൻ റിലേഷൻഷിപ്സ് ബിൽഡ് ചെയ്യാനും ഓർഗനൈസേഷന് മുൻകൈ എടുക്കാം. ഇതാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ്. Okay, so we said what is sensitivity analysis and what is transactional analysis. So is it clear? നമ്മൾ ഇന്ന് പറഞ്ഞത് ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, which of the following methods of training is not a part of the job training method. Of the job training methodന്റെ പാർട്ട് അല്ലാത്തത് ഏതാണ്? സോ ഇവിടെ നിങ്ങൾക്ക് പറയാവുന്നത് സെൻസിറ്റിവിറ്റി ട്രെയിനിങ് ഉണ്ട്, ട്രാൻസാക്ഷണൽ ട്രെയിനിങ് ഉണ്ട്, അപ്രന്റീസ്ഷിപ്പ് ആൻഡ് കോൺഫറൻസ് മെത്തേഡ്. ഇതിൽ സെൻസിറ്റിവിറ്റി ആയാലും ട്രാൻസാക്ഷണൽ ആയാലും കോൺഫറൻസ് മെത്തേഡ് ആയാലും ഓൾ ദീസ് ആർ ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ്. പക്ഷേ അപ്രന്റീസ്ഷിപ്പ് മാത്രം ഓൺ ദി ജോബ് ട്രെയിനിങ് മെത്തേഡ് ആണ്. ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? Okay, fine. So
Let's move on. Next question. Arrange the following management functions in logical sequence of getting things done. Simple question. Simple and direct question. ഈ തന്നിരിക്കുന്ന മാനേജീരിയൽ ഫംഗ്ഷൻസിനെ ലോജിക്കൽ സീക്വൻസ് അവരുടെ ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് റൈറ്റ് ആൻസർ ഒന്ന് കമന്റ് ചെയ്യൂ. ഏതാണ് റൈറ്റ് ആൻസർ? തേർഡ് വൺ. ഓക്കെ. കമന്റ് ചെയ്യൂ. Waiting for your answers. Planning, staffing, organizing, coordinating, controlling, and directing. Again, third one. So let's see. So proper order is this: planning, organizing, staffing, directing, and controlling. Coordinating activity എന്ന് പറയുന്നത് നോർമലി എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്? As you said, planning, organizing, then staffing. ഫൈനൽ ഏരിയയിലാണ് കൺഫ്യൂഷൻ വരാൻ ചാൻസ്. സ്റ്റാഫിംഗ് കഴിഞ്ഞാൽ അടുത്ത ആക്ടിവിറ്റി ഇസ് ഇറ്റ് കോർഡിനേറ്റിംഗ് ഓർ ഡയറക്റ്റിംഗ്? What do you think? ഓപ്ഷൻ 2 പറയുന്നത് എ പ്ലാനിംഗ്, ഓർഗനൈസിംഗ് സി, then staffing, directing, controlling, coordinating and controlling. Okay. 3 പറയുന്നത് എ പ്ലാനിംഗ്, സി ഓർഗനൈസിംഗ്, then ബി സ്റ്റാഫിംഗ്, then coordinating, then controlling, sorry, directing and controlling. So which one is better? Option 2. Okay. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേഷൻ ഇസ് എൻ എസെൻസ് ഓഫ് ഡയറക്ഷൻ. ഡയറക്ഷന്റെ പാർട്ടായിട്ടാണോ കോർഡിനേഷൻ വരുന്നത്? അപ്പോൾ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. ACBFDE. ഇതാണ് പ്രോപ്പർ ഓർഡർ ആയിട്ട് നമുക്ക് പറയാവുന്നത്. അതായത് പ്ലാനിങ്, ഓർഗനൈസിങ്, then സ്റ്റാഫിംഗ്, അതിനുശേഷം പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, then ഡയറക്റ്റിംഗ്, അതിനുശേഷം വി ക്യാൻ സേ കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ്. ബിക്കോസ് ഡയറക്റ്റിംഗിന്റെ ഒരു എസെൻസ് ആണ്, ഡയറക്റ്റിംഗിന്റെ ഒരു പാർട്ട് ആയിട്ടാണ് നോർമലി നമ്മൾ കോർഡിനേഷൻ പറയുന്നത്. ഓക്കെ. ആക്ടിവിറ്റി കോർഡിനേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റിയാണ് ഡയറക്ഷൻ. സോ ബി ഇസ് ദി ബെറ്റർ ഓപ്ഷൻ. ഓക്കെ. സോ ലെറ്റ്സ് മൂവ് ഓൺ. അടുത്ത ഒരു ക്വസ്റ്റ്യൻ. Workers' participation in management is involvement of workers only in such areas of activities of the enterprises where they can make some positive contribution. Workers' participation എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വർക്കേഴ്സിന് കുറച്ച് കോൺട്രിബ്യൂഷൻ നടത്താൻ സാധിക്കാവുന്ന ഏരിയയിൽ പങ്കെടുപ്പിക്കുക. ഓക്കെ. അതായത് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് ഈസ് ഇൻവോൾവ്മെന്റ് ഓഫ് വർക്കേഴ്സ് only in such areas of activities of the enterprises where they can make some positive contribution. അവർക്ക് പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന ഏരിയയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ എന്നുള്ളതാണ് ആ സെഷൻ. റീസൺ ആയിട്ട് പറയുന്നത് വർക്കേഴ്സ് may not be competent enough to understand and appreciate the managerial concepts, appreciate the managerial aspects of the enterprise. എന്റർപ്രൈസസിന്റെ മൊത്തമായിട്ടുള്ള ഒരു മാനേജീരിയൽ ആസ്പെക്ട്സ് മനസ്സിലാക്കാനുള്ള കോമ്പീറ്റൻസി വർക്കേഴ്സിന് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. സോ വാട്ട് യു തിങ്ക്? ആദ്യം നമ്മൾ അസെഷൻ ചെക്ക് ചെയ്യുക. അസെഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ പ്രോപ്പർ റീസൺ ആണോ ആർ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ ആൻസർ പറയും. ഓക്കെ. ഓപ്ഷൻ 2.
Let's check. First one. So workers participation in management എന്നുള്ള കൺസെപ്റ്റോട് ഉദ്ദേശിക്കുന്നത്. It refers to participation of non-managerial employees in decision making of the making process of the organization. Normally managerial decisions are taken by management itself. പക്ഷേ ഈ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് മാനേജറിയൽ ലെവൽ അല്ലാത്ത നോർമൽ എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഓർക്കേണ്ടത് ഇറ്റ് റെഫേഴ്സ് ടു ദി ഇൻവോൾവ്മെന്റ് ഓഫ് വർക്കേഴ്സ് ഇൻ സച്ച് ഏരിയാസ് ഓഫ് ആക്ടിവിറ്റീസ് of the enterprise where they can make some positive contribution. നമ്മുടെ അതേ അസെഷനാണ്. അതായത് എംപ്ലോയീസിനെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞു. വേറെ ഒരു അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിലെ ഇൻഡിവിജ്വലിനെ വിളിച്ചിട്ട് R&Dയെ പറ്റി അഭിപ്രായം പറയാൻ വേണ്ടി R&Dയിലെ ഡിസിഷൻ പറയാൻ വേണ്ടി അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞത് അവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്ന ഏരിയയിലായിരിക്കണം. Then the areas of participations are of the concern to the workers like wages, working condition, safety, welfare, sharing of gain, production related aspects, incentives and allowances, etc. നോർമലി ഇത്തരത്തിലുള്ള വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ഈ ഏരിയാസിലാണ്. അവരെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ആസ്പെക്ട്സ്, എംപ്ലോയീസിനെ അഫക്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഏരിയാസ് ലൈക്ക് അവരുടെ വേജസ്, അവരുടെ വർക്കിംഗ് കണ്ടീഷൻ, അവരുടെ സേഫ്റ്റി, അവരുടെ വെൽഫെയർ തുടങ്ങിയിട്ടുള്ള ഏരിയാസുമായിട്ടുള്ള ഡിസ്കഷനും ഡിസിഷനും എടുക്കുമ്പോൾ അവരെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. Workers may not be competent enough to understand and appreciate managerial aspects of the enterprise. So, only those workers should be selected who possess ability, intelligence, and knowledge so as to participate effectively in the management. എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ല, ഇത്തരം ഡിസിഷൻ മേക്കിംഗിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ എബിലിറ്റി ഉള്ള എംപ്ലോയീസിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക. ഇതാണ് ഈ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ബോത്ത് സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. രണ്ടും ശരിയാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ആർ എന്ന് പറയുന്നത് വ്യക്തമായി പറയുമ്പോൾ എന്താണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ, എന്തുകൊണ്ട് പോസിറ്റീവ് കോൺട്രിബ്യൂഷൻ വേണമെന്ന് നമ്മൾ പറഞ്ഞു എന്നുള്ളതിന്റെ എക്സാക്ട് റീസൺ ആണ്. ബിക്കോസ് എല്ലാ എംപ്ലോയീസും അത്രയും കോമ്പീറ്റന്റ് ആവണമെന്നില്ല. പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യാവുന്ന എംപ്ലോയീസിനെയാണ് വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കേണ്ടത്. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ. ദി മാച്ച് ദി ഐറ്റംസ് ഇൻ ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2 ആൻഡ് ചൂസ് ദി കറക്റ്റ് കോഡ് ഓഫ് കോമ്പിനേഷൻ. ലിസ്റ്റ് 1 ലിസ്റ്റ് 2 തന്നിട്ടുണ്ട്, ഇത് തമ്മിൽ മാച്ച് ചെയ്യാം. ഓക്കെ, ലിസ്റ്റ് 1 എ പറയുന്നത് അഡ്ഹോക് ടീം ഫോംഡ് ടു സോൾവ് അൺയൂഷ്വൽ പ്രോബ്ലം. അൺയൂഷ്വലി വരുന്ന എന്തെങ്കിലും ഇഷ്യൂ അത് സോൾവ് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്യുന്ന അഡ്ഹോക് മീൻസ് താൽക്കാലികമായിട്ടുള്ള ടീമുകളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? സ്യൂട്ടബിൾ വെൻ there are large number of small projects. ഒരുപാട് ചെറിയ ചെറിയ പ്രൊജക്ട്സുകൾ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് അല്ലെങ്കിൽ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന എന്തോ ഒന്ന് ഇക്കൂടത്തെ കിടപ്പുണ്ട്, അതെന്താണ്? സ്റ്റാറ്റസ് ഫ്രീ ആൻഡ് ഹൈറാർക്കി ഫ്രീ ഓർഗനൈസേഷൻ. ഒരാൾക്കും സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുക്കുന്നില്ല, എല്ലാവർക്കും ഒരു പ്രോപ്പർ ഹൈറാർക്കി, ഒരു കൃത്യമായിട്ടുള്ള ഒരു അതോറിറ്റി ഡിവിഷൻ പറയാത്ത രീതിയിലുള്ള ഓർഗനൈസേഷൻ ഏതാണ്? ആൻഡ് ഫൈനലി ഡിജിറ്റൽ ആൻഡ് .com ഓർഗനൈസേഷൻ. ഡിജിറ്റൽ ഓർ .com ഓർഗനൈസേഷൻ ഏതാണ്? മാച്ച് ചെയ്യൂ, ആൻസർ പറയൂ. 3 ഓക്കെ ഓക്കെ, എല്ലാവരും തേർഡ് വൺ പറയുന്നു. സോ തേർഡ് വൺ പറയുന്നത് എന്താണ്? A3 എന്ന് പറയുന്ന അഡ്ഹോക് ടീം ഫോംഡ് ടു സോൾവ് അൺയൂഷ്വൽ പ്രോബ്ലം എന്ന് പറയുന്നത് ടാസ്ക് ഫോഴ്സ് ആണ്. ഐ അഗ്രി. രണ്ടാമതായിട്ട് ബി എന്ന് പറയുന്നത് സ്യൂട്ടബിൾ വെൻ ദർ ആർ ലാർജ് നമ്പർ ഓഫ് സ്മോൾ പ്രൊജക്ട്സ്. ഒരുപാട് ചെറിയ ചെറിയ പ്രൊജക്ടുകൾ കമ്പൈൻ ചെയ്ത് നടത്തുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണ് മെട്രിക്സ് ഓർഗനൈസേഷൻ. ഫൈൻ. C3 ആണ് സ്റ്റാറ്റസ് ഫ്രീ ഹൈറാർക്കി. Status free hierarchy or free organization is called free form organization. And D1 that denotes digital or .com organization എന്ന് പറഞ്ഞാൽ അതൊരു വിർച്വൽ ഓർഗനൈസേഷൻ ആണ്. ഓൺലൈൻ വഴി മാത്രം, ഒരു ബ്രിക്ക് ആൻഡ് മോട്ടർ ഓർഗനൈസേഷൻ അല്ലാതെ ഓൺലൈൻ വഴി വർക്ക് ചെയ്യുന്ന അറേഞ്ച്മെന്റ്. സോ ഓരോന്നും നോക്കുവാണെങ്കിൽ അഡ്ഹോക് ടീം
formed to solve unusual problem. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അൺയൂഷ്വൽ ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന അഡ്ഹോക് ടീമിനെയാണ് ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ഒരു സ്പെസിഫിക് ടാസ്ക്, അതായത് ഒരു അൺയൂഷ്വൽ പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ള ടാസ്കോട് കൂടി ക്രിയേറ്റ് ചെയ്യുന്ന താൽക്കാലികമായിട്ട് ഫോം ചെയ്യപ്പെട്ട ഗ്രൂപ്പ്സ് ആണ് ടാസ്ക് ഫോഴ്സ്. സോ a task force is an ad hoc team formed of people who came together from diverse branches, positions, and a point of view to work on a single defined task, while like solving an unusual problem, developing ideas, answer questions. എന്തെങ്കിലും ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന താൽക്കാലികമായിട്ടുള്ള കമ്മിറ്റീസ്, താൽക്കാലികമായിട്ടുള്ള ടീംസ്, അതിനെയാണ് ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. Then suitable when there are large number of small projects. ഒരുപാട് ചെറിയ ചെറിയ പ്രോജക്ട്സുകൾ ഒരുമിച്ച് ഏറ്റെടുത്ത് ചെയ്യുവാണെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാവുന്ന ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ആണ് മെട്രിക്സ് ഓർഗനൈസേഷൻ. സോ എ മെട്രിക്സ് ഓർഗനൈസേഷൻ ഈസ് എ സ്ട്രക്ചർ that has more than one line of reporting managers. സാധാരണ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? സാധാരണ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് മാനേജ്മെന്റ്, അതിന്റെ താഴെ 2 പേർ, ദെൻ അതിന് താഴെയായിട്ട് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സ്, വീണ്ടും അതിന് താഴെയായിട്ട് എംപ്ലോയീസ്. അങ്ങനെയുള്ള ഒരു നോർമൽ ഒരു വൺ ലൈൻ ഓഫ് അതോറിറ്റി ആയിരിക്കും വരിക. എന്നാൽ ഇവിടെ ഒന്നിൽ കൂടുതൽ there will be more than one line of reporting managers. ലൈൻ അതോറിറ്റി എന്ന് പറയുന്നത് കുറെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ്? ഓരോ ഏരിയയ്ക്കും വേണ്ടി സ്പെസിഫിക് ഗ്രൂപ്പിംഗ് ഉണ്ടാകും. അങ്ങനെ ചെറിയ ചെറിയ പ്രോജക്ട്സുകൾ ആണെങ്കിൽ അവയ്ക്കെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ഗ്രൂപ്പിംഗ്സ് ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അതൊരു മെട്രിക്സ് ഓർഗനൈസേഷൻ ആണ്. It breaks the monotony that provides more flexibility to the organization. നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്ന ആ ഒരു രീതി, ആ ഒരു വേ ഓഫ് തിങ്കിങ് ഒഴിവാക്കിക്കൊണ്ട് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഓർഗനൈസേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് മെട്രിക്സ് ഓർഗനൈസേഷന്റെ എയിം. ഇറ്റ് ഈസ് സ്യൂട്ടബിൾ ഫോർ ഓർഗനൈസേഷൻസ് when there are diverse product lines or services, when there are a large number of small projects. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രൊജക്ടുകൾ ചേർന്ന ഒരുപാട് എണ്ണം ഉണ്ടെങ്കിൽ ആ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് മെട്രിക്സ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യാം. അടുത്തത് സ്റ്റാറ്റസ് ഫ്രീ ഓർ ഹൈറാർക്കി ഫ്രീ ഓർഗനൈസേഷൻ. ഇതൊരു ഫ്രീ ഫോം ഓർഗനൈസേഷൻ ആണ് വിച്ച് ഹാസ് നോ ബൗണ്ടറീസ്. ദാറ്റ് ഈസ് said to be status free and hierarchy free organization. According to Warren G. Bennis, free form organization is a rapidly changing adaptive temporary system organized around problems to be solved by groups of relative strangers with diverse professional skills. ഫ്രീ ഫോം ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇവിടെ ഒരു ഹൈറാർക്കി ഇല്ല, അല്ലെങ്കിൽ ബൗണ്ടറി ഇല്ല. ഇവർക്ക് ഈ ഓരോ ഇൻഡിവിജ്വൽസും ഗ്രൂപ്പ് ചെയ്തിരിക്കുന്ന ഓരോ ഇൻഡിവിജ്വൽസും ഓരോ ഏരിയയിൽ എക്സ്പെർട്ടുകളായിരിക്കും. അവരെ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ള രീതിയിലായിരിക്കും ഫ്രീ ഫോം ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. സോ ഇത് എവർ ചേഞ്ചിങ് ആണ്, എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, അഡാപ്റ്റീവ് ആവുന്ന, ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റാൻ സാധിക്കുന്ന ടെമ്പററി സിസ്റ്റം, അതിനെയാണ് നമ്മൾ ഫ്രീ ഫോം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. Then digital or .com organization. A virtual organization refers to a collection of geographically spread individuals, groups, or organizations that depend on electronic linking in order to produce a service or product. So virtual organizations are also referred to as digital or .com organization. അതായത് ഇവിടെ സംഭവിക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഒരുമിച്ച് വരുന്നത് ഓൺലൈൻ വഴി മാത്രമാകാം, അല്ലെങ്കിൽ ഇവര് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഓൺലൈൻ കണക്ടിവിറ്റി യൂസ് ചെയ്തുകൊണ്ടാണ്. ഇത്തരത്തിൽ ജിയോഗ്രഫിക്കലി പല ഏരിയയിലുള്ള ആളുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണിക് മീഡിയയുടെ അല്ലെങ്കിൽ ICTയുടെ സഹായത്തോടു കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെയാണ് നമ്മൾ വിർച്വൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻ, different types of grouping that were given in your question. Okay, task force, metrics organization, free form organization, and virtual organization. Any doubts? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Okay, so let's move on. അടുത്ത question. Beliefs, attitudes, traditions, and expectations which are shared by a group members is called. Group members in the shared ആയിട്ടുള്ള beliefs, attitudes, traditions, and expectations are called group norms,
group communication, group cohesiveness, and group structure. What do you think? Answer എന്താണ്? Okay, okay, fine. So one ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. Let's see what is group norms. Group norms എന്ന് പറഞ്ഞാൽ every group develops and follow its own beliefs, attitudes, traditions, and expectations for how the things in the group will be done. ആ ഗ്രൂപ്പിനകത്തേക്ക് വരുമ്പോൾ കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഓരോ ഗ്രൂപ്പുകൾക്കും അവരവരുടേതായ ബിലീഫ് ഉണ്ടാകും. അതേപോലെ അവരുടേതായ ആറ്റിറ്റ്യൂഡ്സ്, ട്രഡീഷൻസ്, എക്സ്പെക്ടേഷൻസ്, ഓൾ ദീസ് തിങ്സ് വിൽ ബി there. ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് നോംസ് എന്ന് പറയുന്നത്. ദിസ് പാറ്റേൺ and expectations of the group is known as group norms. Group norms are nothing but ground rules that encourages group members to work efficiently and discourage behavior that hinders effectiveness. Effectiveness നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ബിഹേവിയർ തടയുക. അതോടൊപ്പം എന്താണ് ഇഫക്റ്റീവ് വർക്കിംഗ് ഗ്രൂപ്പ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനൊക്കെ വേണ്ടിയാണ് ഗ്രൂപ്പ് നോംസ് ഫോളോ ചെയ്യുന്നത്. സോ ആസ് വി സെഡ്, ബിലീഫ്, ആറ്റിറ്റ്യൂഡ്, ട്രഡീഷൻസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഇതെല്ലാം ചേരുന്നത് ഒരു ഗ്രൂപ്പിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രൂപ്പ് നോംസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. Then there was another term called group communication. Group communication refers to the exchange of information and interaction between members of a small group of individuals. Group can consist of family members, teammates, or work teams, or committees, friendship circles, and other such teams. In an organization, group communication is the mode of communication between employers and employees in teams or groups. ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ചെയിൻ ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ടീംസ് ഉണ്ടാകാം. ഓർഗനൈസേഷനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന ഫോർമൽ ടീംസ് ഉണ്ടാകാം. ഈ ഫോർമൽ ടീംസിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആണ്. അതേപോലെ വർക്ക് ടീംസ്, കമ്മിറ്റീസ്, ഗ്രൂപ്പ്സ്, സർക്കിൾസ്, ഫ്രണ്ട്ഷിപ്പ് സർക്കിൾസ്, ഇങ്ങനെയുള്ള ഏത് രീതിയിലുള്ള ഗ്രൂപ്പ്സ് ആയാലും അവയ്ക്കിടയിലുള്ള ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ അവയ്ക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ വേയെ നമ്മൾ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഓർഗനൈസേഷനകത്തേക്ക് വന്നാൽ ഇത് റെലവെന്റ് ആണ്. Then group cohesiveness. Group cohesiveness refers to the degree of attachment. ബോണ്ടിങ് എത്രമാത്രമുണ്ട്, ഗ്രൂപ്പിനകത്ത് എംപ്ലോയീസ് തമ്മിലുള്ള റിലേഷൻ എത്രമാത്രമുണ്ട്, എത്രമാത്രം അവർ അറ്റാച്ച്ഡ് ആണ്. സോ ഇറ്റ് ഈസ് ദി ഡിഗ്രി ഓഫ് അറ്റാച്ച്മെന്റ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ്. It is one of the characteristic features of the group which is very significant from the behavioristic point of view. ബിഹേവിയറിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ വെച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പ് ബിഹേവിയർ ചെക്ക് ചെയ്യുമ്പോൾ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഗ്രൂപ്പ് കോഹസിവ്നെസ്. ഇറ്റ് അറൈസസ് വെൻ ദി ബോണ്ട് ലിങ്ക്സ് മെമ്പേഴ്സ് ഓഫ് ദി സോഷ്യൽ ഗ്രൂപ്പ് ടു വൺ അനദർ ആൻഡ് ടു ദി ഗ്രൂപ്പ് ആസ് എ ഹോൾ. ആളുകൾ തമ്മിലുള്ള പരസ്പര സഹകരണം, പരസ്പരം എത്രമാത്രം അവര് മറ്റുള്ളവരെ അംഗീകരിക്കും, മറ്റുള്ളവരൊപ്പം നിൽക്കും, മറ്റുള്ളവരെ എത്രമാത്രം അക്സെപ്റ്റ് ചെയ്യുന്നു, അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ്, അവർ തമ്മിലുള്ള ലിങ്കേജ്, ഇതെല്ലാം ഗ്രൂപ്പ് കോഹസിവ്നെസ് ആണ് കാണിക്കുന്നത്. Then group structure refers to the rules of the group norms. മീൻസ് ഗ്രൂപ്പിനകത്തേക്ക് വരുമ്പോൾ എന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യുന്നു, അവരുടെ റോൾ എന്താണ്, സ്റ്റാറ്റസ് എന്താണ്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും it includes group norms, role, status and everything between the group members. അവർ തമ്മിലുള്ള സ്ട്രക്ചർ എങ്ങനെയാണ്, ആരാണ് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, ഏത് പാർട്ടിയാണ് ഓരോ ഇനീഷ്യേറ്റീവ്സ് എടുക്കേണ്ടത്, അങ്ങനെ ഗ്രൂപ്പ് റോൾസ് വിൽ ബി there. ഈ ഗ്രൂപ്പ് റോളുകളും ഗ്രൂപ്പ് നോംസും അതേപോലെ ഗ്രൂപ്പിന്റെ സ്റ്റാറ്റസും എല്ലാം ചേർന്നതാണ് ഗ്രൂപ്പ് സ്ട്രക്ചർ. So group structure is an underlying pattern or layout of the group. It is also influenced by the size and degree of group cohesiveness. എത്രമാത്രം ഗ്രൂപ്പിനകത്ത് കോഹസീവ് ആണ്, എത്രമാത്രം ബോണ്ടിങ് ഉണ്ട്, ഇതനുസരിച്ചായിരിക്കും ഗ്രൂപ്പ് സ്ട്രക്ചർ നമുക്ക് പറയാൻ സാധിക്കുക. സോ ഇത്രയുമാണ് ഗ്രൂപ്പ് റിലേറ്റഡ് ടേംസ്. വി സെഡ് ഗ്രൂപ്പ് സ്ട്രക്ചർ ആൻഡ് ഗ്രൂപ്പ് കോഹസിവ്നെസ്, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഗ്രൂപ്പ് നോംസ്. ഇതെല്ലാം ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എനി ഡൗട്ട്സ്? Okay. Next question.
Span of management is determined by managers training, managers personal qualities, subordinates training, trade union. Span of management is determined by. എന്താണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്നായിരുന്നു മുമ്പ് ക്വസ്റ്റ്യൻസ് വന്നിരുന്നെങ്കിൽ ഇപ്പൊ കുറച്ചുകൂടി ഈ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിലേക്ക് മാറ്റാമെന്നാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അത്തരത്തിലാണ് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സ്പാൻ ഓഫ് മാനേജ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഡിഫറെന്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. സോ വാട്ട്സ് യുവർ ആൻസർ? Okay. Second one that includes managers training, managers personal qualities and subordinates training. ട്രേഡ് യൂണിയൻ അതിനകത്തൊരു മേജർ റോൾ പ്ലേ ചെയ്യുന്നില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം, റൈറ്റ്? ഓക്കെ, സോ ലെറ്റ്സ് ചെക്ക്. Okay, span of management is also called span of control. Refers to the ability of superior to effectively manage a number of subordinates. അതായത് സുപ്പീരിയർ എത്രമാത്രം ഇഫക്റ്റീവ്ലി അയാളുടെ സബോർഡിനേറ്റ്സിനെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ എത്ര നമ്പർ ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് ഒരു സുപ്പീരിയർക്ക് ഇഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ സാധിക്കുന്നത്, അതാണ് അദ്ദേഹത്തിന്റെ സ്പാൻ. ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച്, ഒരു സുപ്പീരിയറെ സംബന്ധിച്ച് 14 പേരെ മാനേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ 14 പേരാണ് അദ്ദേഹത്തിന്റെ സ്പാൻ ഓഫ് കൺട്രോളിന്റെ അല്ലെങ്കിൽ സ്പാൻ ഓഫ് മാനേജ്മെന്റ് പാർട്ടായിട്ട് വരുന്നത്. സോ ഇൻ അതർ വേർഡ്സ്, the manager has a group of subordinates who report directly to him. This is called span of management. Span of management is determined by various factors like managers training, determines the capacity and ability of factors such as leadership, communication, decision making and control of subordinates. So first factor എന്ന് പറയുന്നത് മാനേജറുടെ ട്രെയിനിങ് ആണ്. മാനേജർ എത്രമാത്രം ട്രെയിൻഡ് ആണോ അതിനനുസരിച്ച് എംപ്ലോയീസിനെ അദ്ദേഹത്തിന് മാനേജ് ചെയ്യാൻ സാധിക്കും. ദാറ്റ് വി നോ. രണ്ടാമതായിട്ട് മാനേജറുടെ പേഴ്സണൽ ക്വാളിറ്റീസ് ലൈക്ക് പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ എബിലിറ്റി, ആറ്റിറ്റ്യൂഡ് പോലുള്ള കാര്യങ്ങളും ഈ സ്പാൻ ഓഫ് കൺട്രോളിനെ അഫക്ട് ചെയ്യാറുണ്ട്. ദെൻ സബോർഡിനേറ്റ്സ് എത്രമാത്രം ട്രെയിൻഡ് ആണ്. ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സബോർഡിനേറ്റ്സ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് പേരെ നമ്മളുടെ സബോർഡിനേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. വേറെ എക്സ്പീരിയൻസ് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സബോർഡിനേറ്റ്സിന് മാത്രമേ നമുക്ക് കൈവശം വയ്ക്കാൻ സാധിക്കൂ, ബിക്കോസ് എല്ലാവരെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. ദെൻ നേച്ചർ ഓഫ് വർക്ക്, റിപ്പീറ്റേറ്റീവ് അല്ലെങ്കിൽ റുട്ടീൻ വർക്ക് ആണെങ്കിൽ, സ്ഥിരമായിട്ട് വീണ്ടും സെയിം ജോബ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്പാൻ വൈഡർ ആയിരിക്കും. വേറസ് വർക്ക് ഓരോ ഡേയും പുതിയതാണ്, കോംപ്ലക്സ് വർക്ക് ആണെങ്കിൽ നമ്മളുടെ സ്പാൻ നാരോ ആയിരിക്കും. സോ 4 ആട്രിബ്യൂട്ട്സ് നമ്മൾ പറഞ്ഞു. സ്പാൻ ഓഫ് മാനേജ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന 4 ബേസിക് ആട്രിബ്യൂട്ട്. ഒന്ന് മാനേജറിന്റെ ട്രെയിനിങ് ആൻഡ് ക്വാളിറ്റീസ് ആണ്, എബിലിറ്റീസ് ആണ്. ദെൻ സബോർഡിനേറ്റ് ട്രെയിനിങ് നമ്മൾ പറഞ്ഞു. അതിനുശേഷം നേച്ചർ ഓഫ് വർക്ക്. ദെൻ ഡിഗ്രി ഓഫ് പ്ലാനിങ്, ലൈക്ക് റൂൾസും പ്രൊസീജിയേഴ്സും ഒക്കെ ക്ലിയർലി പ്ലാൻഡ് ആണ് എങ്കിൽ അവിടെ നമുക്ക് സ്പാൻ എന്ന് പറയുന്നത് ഹൈ ആക്കാം. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ സ്പാൻ നമുക്ക് കൂടുതലായിരിക്കും. വേറസ് പ്ലാനിങ് അത്ര എഫിഷ്യന്റ് അല്ല, അങ്ങനെയാണെങ്കിൽ സ്പാൻ കുറച്ചേ സാധിക്കും. ദെൻ സ്റ്റാഫ് അസിസ്റ്റൻസ് also determines span of management. For example, if the subordinates are receiving unnecessary guidance on methods, quality standards and other aspects of work from specialists, then span of control will be increased. അതായത് എല്ലാ നെസസറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നെസസറി ഗൈഡൻസും അതേപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എല്ലാം കൃത്യമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ സ്റ്റാഫ് കൂടുതൽ അസിസ്റ്റ് ചെയ്യും. സ്റ്റാഫിന് കാര്യങ്ങളെല്ലാം അറിയാം, സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റാഫിന്റെ അസിസ്റ്റൻസ് കിട്ടുവാണെങ്കിൽ സ്പാൻ കൂടുതലായിരിക്കും, വൈഡർ സ്പാൻ ആയിരിക്കും. Then centralization of authority narrows down the span of management as the subordinates would require considerable instruction, clarification, consultation, etc. സെൻട്രലൈസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എല്ലാം നമ്മുടെ അടുത്ത് മാനേജറിന്റെ അടുത്ത് സംസാരിച്ചിട്ട് മാത്രം നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അതോറിറ്റി മൊത്തമായിട്ട് മാനേജ്മെന്റ് കൈവശം വയ്ക്കുകയാണെങ്കിൽ സ്പാൻ കുറവായിരിക്കും. ഓക്കെ, ബിക്കോസ് എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കണം, അതിനുശേഷം മാത്രമേ ഡിസിഷൻ എടുക്കാൻ സാധിക്കും. വേറസ് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഡെലിഗേഷൻ സംഭവിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്പാൻ കുറച്ചുകൂടി വൈഡർ ആക്കാൻ സാധിക്കും.
ബിക്കോസ് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് എംപ്ലോയീസിന് കൊടുക്കുകയാണ്. അതുവഴി വൈഡ് സ്പാൻ മാനേജേഴ്സിന് ഫോളോ ചെയ്യാൻ സാധിക്കും. സോ ദാറ്റ്സ് വൈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമുക്ക് പറയാവുന്നത് സ്പാൻ ഓഫ് മാനേജ്മെന്റ് ഇസ് ഡിറ്റർമിൻഡ് ബൈ മാനേജേഴ്സ് ട്രെയിനിങ് ഒരു ആട്രിബ്യൂട്ട് ആണ്, മാനേജറുടെ പേഴ്സണൽ ക്വാളിറ്റീസ് ഒരു ആട്രിബ്യൂട്ട് ആണ്, സബോർഡിനേറ്റ്സിന്റെ ട്രെയിനിങ് ഒരു ആട്രിബ്യൂട്ട് ആണ്. പക്ഷേ ട്രേഡ് യൂണിയനെ സ്പാൻ ഓഫ് മാനേജ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു മേജർ ആട്രിബ്യൂട്ട് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. ബിക്കോസ് ഇത് മാനേജേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിലാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എപ്പോഴും വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following is not correct with respect to matrix organization? Matrix organization. So it is a combination of functional and product organization. Functional departments are not permanent fixtures of matrix organization. Product departments are created as the needs for them arises. Team members have functional home when they are not needed on a project. So 4 ഡിഫറെന്റ് ഫീച്ചേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് മെട്രിക്സ് ഓർഗനൈസേഷൻ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു. മെട്രിക്സ് ഓർഗനൈസേഷൻ ഏത് സാഹചര്യങ്ങളാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ മെട്രിക്സ് ഓർഗനൈസേഷന്റെ ഫീച്ചേഴ്സിന്റെ ഭാഗമായിട്ട് പറയാൻ പറ്റാത്തത് ഇതിലേതാണ്? ആൻസർ കമന്റ് ചെയ്യും. മെട്രിക്സ് ഓർഗനൈസേഷന്റെ പാർട്ടായിട്ട് നമുക്ക് പറയാൻ സാധിക്കാത്തത് ഇതിലേതാണ്? ഓപ്ഷൻസ് ഒന്നുകൂടി പറയുന്നു. ഇതൊരു ഫങ്ഷണൽ ആൻഡ് പ്രോഡക്റ്റ് ഓർഗനൈസേഷന്റെ കോമ്പിനേഷൻ ആണ്. ട്രൂ ആണോ എന്ന് ചിന്തിക്കുക. Then functional departments are not permanent fixtures of the matrix organization. Functional departmentation എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ഫീച്ചർ അല്ല, പെർമനന്റ് ആയിട്ട് അവിടെ കാണാൻ സാധിക്കില്ല. Then product departments are created as the need for them arises. Product departments എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ആവശ്യം വരുമ്പോൾ മാത്രമേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളൂ. അവസാനമായിട്ട് ടീം മെമ്പേഴ്സ് ഹാവ് ഫങ്ഷണൽ ഹോം when they are not needed for on a project. പ്രോജക്റ്റിൽ ആവശ്യമില്ലാത്തപ്പോൾ അവർക്ക് ഫങ്ഷണൽ ഹോം എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇതുവഴി ആവശ്യമില്ലാത്തവർക്ക് സമയത്ത് അവർക്ക് പ്രോജക്റ്റിൽ നിന്ന് മാറി നിൽക്കാം. സോ ബി റൈറ്റ് ആൻസർ. ബി ആണ് റൈറ്റ് ആൻസർ. ബിക്കോസ് ബാക്കിയുള്ള 3 കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞ ഒന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫങ്ഷണൽ ആൻഡ് പ്രോഡക്റ്റ് ഓർഗനൈസേഷൻ, ദാറ്റ് ഈസ് ട്രൂ. പ്രൊഡക്റ്റ് ഓർഗനൈസേഷനും ഫങ്ഷണൽ ഓർഗനൈസേഷനും ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും മെട്രിക്സ് ഓർഗനൈസേഷൻ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ പ്രോഡക്റ്റ് ഓർഗനൈസേഷനും ഫങ്ഷണൽ ഓർഗനൈസേഷനും ഒരുമിച്ച് ചേർക്കുന്നു എന്ന് പറഞ്ഞു. അതോടൊപ്പം പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ക്രിയേറ്റഡ് ആസ് ദി നീഡ് ഫോർ ദം അറൈസസ്. പ്രൊഡക്റ്റ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഓരോ പ്രൊഡക്റ്റും ഏതൊക്കെ പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഉള്ളത് അതിനനുസരിച്ചാണ് ഡിപ്പാർട്ട്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് മെട്രിക്സ് എന്ന് പറയുന്നത് കുറേ ഫ്ലെക്സിബിൾ ആണ്. സോ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മെട്രിക്സ് ഫ്ലോ ആണ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. മെട്രിക്സ് ഫ്ലോ ഓഫ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മെട്രിക്സ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോൾ തന്നെ പ്രൊഡക്ട്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമുക്ക് ആവശ്യം വരുന്നത് അതനുസരിച്ച് മെട്രിക്സിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ടീം മെമ്പേഴ്സിന് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മുടെ പ്രോജക്റ്റിൽ ആവശ്യമുള്ളൂ. പ്രോജക്റ്റിൽ ആവശ്യമില്ലാത്തപ്പോൾ അവരെ മാറ്റി നിർത്താനും സാധിക്കണം. ഇത് ഈ പറയുന്ന 3 ഫീച്ചേഴ്സും മെട്രിക്സ് ഓർഗനൈസേഷന്റെ ഭാഗമാണ്. പക്ഷേ രണ്ടാമത്തെ ഫീച്ചർ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സ് ആർ നോട്ട് പെർമനന്റ് ഫിക്സ്ചർ, അത് തെറ്റാണ്. ബിക്കോസ് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് ഫങ്ഷണൽ ഓർഗനൈസേഷൻ ആൻഡ് പ്രോഡക്റ്റ് ഓർഗനൈസേഷൻ. ഇത് രണ്ടും ചേർന്നതാണ്. ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റേഷൻ എപ്പോഴും ഉണ്ടാകും, അതൊരു പെർമനന്റ് ഫീച്ചർ തന്നെയാണ്. അതോടൊപ്പം പ്രോഡക്റ്റ് ഓർഗനൈസേഷനും ഉണ്ടാവും. സോ ലെറ്റ്സ് സീ. An organization structure specifies the various job tasks and shows how the same are formally divided, grouped or coordinated. അതായത് എല്ലാ ജോബ് ടാസ്കുകളെയും ഡിഫറെന്റ് ആയിട്ട് ഓരോ ഏരിയയെ ഡിഫറെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതോടൊപ്പം ഓരോ ജോബും ചെയ്യേണ്ട വ്യക്തികൾ ആരൊക്കെയാണ്, അവരുടെ കീഴിൽ ആരൊക്കെ വരുന്നുണ്ട്, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാൻ സാധിക്കുന്ന, സെപ്പറേറ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഗ്രൂപ്പ് സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെയാണ് നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് ഈ ഗ്രൂപ്പ്സ് കാണിക്കുന്നത്, എങ്ങനെയാണ് ഓരോ വർക്കിംഗ് കാണിക്കുന്നത്. സോ സിമ്പിൾ ലൈൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു സുപ്പീരിയർ, ആ സുപ്പീരിയറുടെ കീഴിൽ 2 സബോർഡിനേറ്റ്, അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിന്റെ കീഴിൽ വീണ്ടും സബോർഡിനേറ്റ്, ഇത്തരത്തിൽ ആ വർക്ക് എങ്ങനെയാണ് ക്യാരി ഔട്ട് ചെയ്യുന്നത്,
എങ്ങനെയാണ് ഫോർമൽ ക്ലാസിഫിക്കേഷൻ വരുന്നത്, എങ്ങനെയാണ് ഗ്രൂപ്പിംഗ് വരുന്നത്, എങ്ങനെയാണ് കോർഡിനേഷൻ വരുന്നത്, ഇങ്ങനെ കാണിക്കാവുന്ന, ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന തരത്തിലുള്ള അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ആൻ അപ്രോപ്രിയേറ്റ് ഫ്രെയിംവർക്ക് ഫോർ ദി അതോറിറ്റി റിലേഷൻഷിപ്പ്. എങ്ങനെയാണ് അതോറിറ്റി ഫ്ലോ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദി ഹൈറാർക്കി ഓഫ് അതോറിറ്റി ആൻഡ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ആർക്ക് റിപ്പോർട്ട് ചെയ്യണം, ആരാണ് സുപ്പീരിയർ, അതിന്റെ താഴെ ആരാണ്, സബോർഡിനേറ്റ് ആരാണ്, ആർക്കാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ഹൈറാർക്കി ഹെൽപ്ഫുൾ ആണ്. ദെൻ മെട്രിക്സ് ഓർഗനൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ദി മെട്രിക്സ് ഓർഗനൈസേഷൻ കമ്പൈൻസ് ടു ഫോംസ് ഓഫ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. ഡിപ്പാർട്ട്മെന്റേഷന്റെ രണ്ട് ഫോംസ് കമ്പൈൻ ചെയ്യുകയാണ്. ഫങ്ഷണൽ ആൻഡ് പ്രൊഡക്റ്റ് ഓർ പ്രൊജക്ട്. പ്രൊഡക്റ്റ് ആണെങ്കിൽ പ്രൊഡക്റ്റ്, പ്രൊജക്റ്റ് ആണെങ്കിൽ പ്രൊജക്ട്. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണ് മെട്രിക്സ് ഓർഗനൈസേഷൻ വരുന്നത്. ഇറ്റ് ഈസ് ബിൽഡ് അറൌണ്ട് എ പ്രൊജക്ട് വിച്ച് ഈസ് ഹെഡഡ് ബൈ പ്രൊജക്ട് മാനേജർ. ഒരു പ്രൊജക്ട് മാനേജറുടെ കീഴിലായിരിക്കും ഇത്തരത്തിലൊരു ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. Then the project manager is also known as product manager as he is responsible for output. Project എന്ന് പറയുന്ന ഒരു ടാസ്ക് ആയിട്ടും അതിന്റെ റിസൾട്ട് ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയും. സോ പ്രൊജക്ട് മാനേജറെ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ടും പറയാം, പ്രൊഡക്റ്റ് മാനേജർ ആയിട്ടും പറയാം. The project teams comprises of employees, specialists drawn from different functional departments such as HR, finance, production, marketing, research and development departments of the company. സോ എന്താണ് ആക്ച്വലി മെട്രിക്സ് ഓർഗനൈസേഷൻ സംഭവിക്കുന്നത്? നമുക്കിപ്പോൾ ഡിഫറെന്റ് സ്മോൾ പ്രോഡക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കാം. പ്രോഡക്റ്റ് എക്ക് വേണ്ടി ഡിഫറെന്റ് ഫങ്ഷണൽ ഏരിയാസ്, ഇപ്പോൾ പ്ലാനിങ്, അതേപോലെ ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ്, അങ്ങനെയുള്ള ഏരിയാസും, അതേപോലെ മാർക്കറ്റിംഗ്, ഫിനാൻസ്, HR പോലുള്ള ഏരിയാസും എല്ലാം ഈ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി വേണം. സോ ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ഒരു ഗ്രൂപ്പ്, അതേപോലെ മറ്റൊരു പ്രൊഡക്റ്റിന് വേണ്ടി വീണ്ടും വേറെ ഗ്രൂപ്പ്, അങ്ങനെ ഡിഫറെന്റ് ഗ്രൂപ്പുകൾ ഇന്റർ കണക്റ്റഡ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ അത് മെട്രിക്സ് ഓർഗനൈസേഷൻ ആയി. സോ ഇവിടെ ദി പ്രൊജക്ട് ടീംസ് കംപ്രൈസസ് ഓഫ് എംപ്ലോയീസ്. ഓരോ ഏരിയയിൽ നിന്നും, അതായത് ഡിഫറെന്റ് ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യുന്ന എംപ്ലോയീസിനെ ചേർത്ത് വെച്ചതാണ് ഈ പറയുന്ന പ്രൊജക്ട് ടീം എന്ന് പറയുന്നത്. അതായത് HR എംപ്ലോയീസ് ഉണ്ടാകാം, ഫിനാൻസിലെ എംപ്ലോയീസ് ഉണ്ടാകും, പ്രൊഡക്ഷനിലെ, മാർക്കറ്റിംഗിലെ, അങ്ങനെ ഓരോ ഇൻഡിവിജ്വലിലും ഓരോ ഫംഗ്ഷനിലെയും എംപ്ലോയീസ് ഈ പറയുന്ന ഒരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടുണ്ടാവും. അതേ രീതി മറ്റൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ഓരോ സ്പെഷ്യലിസ്റ്റുകൾ ഉണ്ടാകും. Thus the employees of metrics have two bosses. അവരുടെ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെന്റൽ മാനേജേഴ്സ് ഉണ്ടാകും, അതോടൊപ്പം തന്നെ അവരുടെ ആ സ്പെഷ്യൽ പ്രോജക്റ്റിന്റെ മാനേജർ ഉണ്ടാകും. ഇവരിപ്പോ HR നിന്നുള്ള ഒരു ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ HR മാനേജർ എന്ന് പറയുന്നത് അവരുടെ ഹെഡാണ്. അതേപോലെ ഇവർ ഈ ഒരു സ്പെസിഫിക് പ്രോജക്റ്റിലേക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് പ്രോഡക്റ്റിലേക്ക് മാത്രം വരുവാണെങ്കിൽ ആ പ്രോജക്റ്റിൽ വരുന്ന സീനിയേഴ്സും ഇവരുടെ ബോസാണ്. സോ മെട്രിക്സ് ഓർഗനൈസേഷനിൽ രണ്ട് തരത്തിലുള്ള ബോസസ് ഉണ്ടാവും. ഒന്ന് അവരുടെ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഫങ്ഷണൽ ഹെഡ്സും, ദെൻ അവരുടെ പ്രോജക്റ്റ് ഹെഡ്സും. ഇത് രണ്ടും മെട്രിക്സ് ഓർഗനൈസേഷന്റെ ഫീച്ചറാണ്. ഇൻ അതർ വേർഡ്സ്, metric structures breaks the principle of unity of command, which states that no person in the organization should report to more than one boss. മെട്രിക്സ് ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഫംഗ്ഷൻ, ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുകയാണ്. ബിക്കോസ് ഇവിടെ ഒന്നിൽ കൂടുതൽ ബോസിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. രണ്ട് ബോസ് ഉണ്ടാകും ഓരോ ഇൻഡിവിജ്വലിനും. ഓക്കെ, മെട്രിക്സ് ഓർഗനൈസേഷൻ കൺസെപ്റ്റ് ക്ലിയർ ആണോ? സോ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്, ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ കൺസ്ട്രക്ഷൻ കമ്പനീസ് എടുത്താൽ മതി. അവർക്ക് ഇപ്പോൾ പല പ്രോജക്റ്റുകൾ ഉണ്ടാകും, കൺസ്ട്രക്ഷൻ പ്രോജക്റ്റുകൾ ഉണ്ടാകും. ലൈക്ക് ഇപ്പോൾ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, അവർക്ക് പല ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അറ്റ് എ ടൈം നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ റീജിയനിലും ഓരോ പ്രോജക്റ്റുകളാണ്. സോ ഈ ഓരോ പ്രോജക്റ്റുകൾക്ക് വേണ്ടിയും ഡിഫറെന്റ് ഫങ്ഷണൽ പേഴ്സൺസ് ആവശ്യമുണ്ട്. ലൈക്ക് HR പേഴ്സൺ വേണം, അതേപോലെ they will require finance department personnels. അങ്ങനെ ഓരോ റീജിയൻസിന് വേണ്ടി ഡിഫറെന്റ് പേഴ്സൺസ് ആവശ്യമാണ്. ഇവരെല്ലാവരെയും കമ്പൈൻ ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു മൊത്തമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറും, എന്നാൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ ആക്ടിവിറ്റി, ഐ മീൻ ഓരോ പ്രോജക്റ്റിന് വേണ്ടി ഓരോ ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് വർക്ക് ചെയ്യേണ്ടി വരും. സോ ആ ഒരു പ്രോജക്റ്റിലെ ഒരു അക്കൗണ്ട് മാനേജർ എടുക്കുകയാണെങ്കിൽ ആ മാനേജറെ സംബന്ധിച്ച് പ്രോജക്റ്റ് ഹെഡ് എന്ന് പറയുന്ന അയാളുടെ റിപ്പോർട്ടിംഗ് അതോറിറ്റിയാണ്. അതുപോലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന് പറയുന്നതും അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിംഗ് അതോറിറ്റിയാണ്. ഇത്തരത്തിലുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ മെട്രിക്സ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇസ് ഇറ്റ് ക്ലിയർ?
ക്ലിയർ ആണോ? Okay. So as we said, option 2 എന്ന് പറയുന്നത് കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല, ബാക്കിയുള്ളതെല്ലാം പ്രോജക്റ്റ് മെട്രിക്സ് ഓർഗനൈസേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നതായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഔട്ട് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഓഫ് ദം explains difference between enculturation and acculturation as part of cross cultural training? So enculturation concept എന്താണ്, then acculturation concept എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് താഴെ പറയുന്നതിലെ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ്? ബിഫോർ ദാറ്റ് ലെറ്റ്സ് സീ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു. അതിനുശേഷം എന്താണെന്ന് നമുക്ക് പറയാം, ബിക്കോസ് റിലേറ്റീവ്ലി ന്യൂ ഒരു പുതിയൊരു കൺസെപ്റ്റ് അല്ലേ. സോ ലെറ്റ്സ് സീ, ക്രോസ് കൾച്ചറൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ റെഫേഴ്സ് ടു ദി ട്രെയിനിങ് കോഴ്സസ് ദാറ്റ് ഡെവലപ്സ് അവയർനെസ് ബിറ്റ്വീൻ പീപ്പിൾ where a common cultural framework does not exist or not recognized. അതായത് ഒരേ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലാത്ത ഇൻഡിവിജ്വൽസ് തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. അതിനുവേണ്ടിയാണ് ക്രോസ് കൾച്ചറൽ ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് ഡെവലപ്പ് അവയർനെസ് ബിറ്റ്വീൻ പീപ്പിൾ, ആളുകൾ തമ്മിൽ ഉള്ള ഒരു നല്ല റിലേഷൻ ക്രിയേറ്റ് ചെയ്യുക. ഓർഗനൈസേഷൻ അകത്തേക്ക് വരുമ്പോൾ there may be persons from different cultural backgrounds. One person may be from India, another one may be from US. ഇവരൊക്കെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇവർക്ക് ആ കൾച്ചറൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, ബിക്കോസ് ദർ മേ ബി കൾച്ചറൽ ഡിഫറൻസ് ഇൻ ഡിഫറെന്റ് വേസ്. അപ്പൊ എന്താണ് ഈ പറയുന്ന കൾച്ചറൽ ഡിഫറൻസ്, എന്തുകൊണ്ടാണ് അത് പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കണം, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ക്രോസ് കൾച്ചറൽ ട്രെയിനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ എൻകൾച്ചറേഷൻ എന്ന് പറയുന്ന പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് refers to the process of learning on our own cultures, whereas acculturation is the process of learning and adopting host cultural norms, values and beliefs. So രണ്ട് പ്രോസസ്സുകളാണ്. എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ലേണിംഗ് അവർ ഓൺ, നമ്മളുടെ നേറ്റീവ് കൾച്ചർ പഠിക്കുക. ഓക്കെ, അതാണ് എൻകൾച്ചറേഷൻ എങ്കിൽ. അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ശരിക്കും നമ്മുടെ ഹോസ്റ്റ് കൾച്ചർ, നമ്മളിപ്പോൾ പുറത്തൊരു രാജ്യത്താണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ രാജ്യത്തിന്റെ കൾച്ചർ മനസ്സിലാക്കുക. ദറസ് നമ്മൾ നമ്മളുടെ കൾച്ചർ തന്നെ തിരിച്ചറിയുവാണ്, അത് പഠിക്കുകയാണെങ്കിൽ അത് എൻകൾച്ചറേഷൻ ആണ്. അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത് മറ്റൊരു കൾച്ചർ നമ്മൾ പഠിച്ചെടുക്കുകയാണെങ്കിൽ അത് അക്കൾച്ചറേഷൻ ആണ്. സോ ഇറ്റ്സ് ദി പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റിംഗ് ഹോസ്റ്റ് കൾച്ചറൽ നോംസ്, വാല്യൂസ് ആൻഡ് ബിലീഫ്സ്. ലേണിംഗ് native cultural norms and values of a particular society is essential for individual to function in a society. ബിക്കോസ് മറ്റ് സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ അവരുടെ കൾച്ചറൽ വാല്യൂസ് എന്താണ്, കൾച്ചറൽ നോംസ് എന്താണ്, ഇതൊക്കെ തിരിച്ചറിയാൻ സാധിച്ചാൽ മാത്രമേ അവരെ അക്സെപ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ അവരുടെ ഭാഗത്തുനിന്ന് അക്സെപ്റ്റൻസ് നേടാനും സാധിക്കും. സോ therefore enculturation is an anthropological term used for socialization like acculturation, and both terms refers to the process of learning through social interaction. രണ്ട് ടീംസും പറയുന്നത് ഒരേ കാര്യമാണ്, ലേണിംഗ് ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻ. നമ്മൾ നമ്മളുടെ കൾച്ചർ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ, നമ്മുടെ ഓൺ കൾച്ചർ തന്നെ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ അത് എൻകൾച്ചറേഷൻ ആണ്. വേറാസ് മറ്റൊരു കൾച്ചർ അഡാപ്റ്റ് ചെയ്യുകയാണ്, അതിനെപ്പറ്റിയുള്ള അവിടെ ആ കൾച്ചറൽ വേസും നോംസും ഒക്കെ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ അത് അക്കൾച്ചറേഷൻ ആണ്. സോ ഡിഫറൻസ് ഒന്ന് നോക്കുകയാണെങ്കിൽ മീനിങ് വൈസ് ഉള്ള ഡിഫറൻസ് നമ്മൾ പറഞ്ഞു. Enculturation means the process of acquiring the rules, norms, values, customs and guidelines of a culture in order to be part of the society. നമ്മൾ അവരുടെ നമ്മളൊരു സൊസൈറ്റിയുടെ ഭാഗമാണ്, അതുവഴി നമ്മളുടെ സൊസൈറ്റിയിൽ നിന്നും നമ്മൾ നേടിയെടുക്കുന്ന നോളജ്, നേടിയെടുക്കുന്ന കൾച്ചറൽ വാല്യൂസ്, കൾച്ചറൽ നോംസ്, ഇതെല്ലാം എൻകൾച്ചറേഷൻ ആണ്. അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ ഇംപ്ലൈസ് ദി പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിംഗ് ദി കൾച്ചറൽ ബിലീഫ്, നമ്മളുടെ ബിലീഫ് മാറ്റിയിട്ട് മറ്റൊരാളുടെ ബിലീഫ് അഡാപ്റ്റ് ചെയ്യാം. And cultural customs of one's own culture by adopting traits of a different culture. മറ്റൊരു കൾച്ചറിലെ ട്രേറ്റ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മളുടെ കൾച്ചറിലെ ബിലീഫ്സ് മാറ്റിയെടുക്കുക, ഇത് അക്കൾച്ചറേഷൻ ആണ്. വാട്ട് ഇസ് ഇറ്റ്? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഫെമിലിയറേഷൻ പ്രോസസ് ടു ദി കൾച്ചർ. നമ്മളുടെ അവിടെയുള്ള കൾച്ചർ എന്താണ് എന്നുള്ള തിരിച്ചറിവ്, ആ കൾച്ചറിലേക്ക് ഫെമിലറൈസ് ചെയ്യുക, ഇതാണ് എൻകൾച്ചറേഷൻ. സബ്സിക്വന്റ് ഫോർമലൈസേഷൻ വിത്ത് ഡിഫറെന്റ് കൾച്ചർ, നമ്മൾ അതിനുശേഷം മറ്റൊരു കൾച്ചർ ഫോർമലൈസ് ചെയ്യുകയാണ്, മറ്റൊരു കൾച്ചർ ഫോളോ ചെയ്യുകയാണെങ്കിൽ അത് അക്കൾച്ചറേഷൻ ആണ്. പ്രോസസ് ഓഫ് അക്യൂറിംഗ് കൾച്ചർ, ആ കൾച്ചർ നേടിയെടുക്കുന്ന പ്രോസസ്സാണ് എൻകൾച്ചറേഷൻ എങ്കിൽ. പ്രോസസ് ഇൻ വിച്ച് വൺസ് കൾച്ചർ ഈസ് സബ്സ്യൂംഡ് ഇൻ അനദർ കൾച്ചർ, മറ്റൊരു കൾച്ചറിന് വേണ്ടി നമ്മളുടെ കൾച്ചറിനെ സബ്സ്യൂം ചെയ്യുക അല്ലെങ്കിൽ അതിന്റെ പാർട്ടാക്കി മാറ്റുക, ഇതാണ് അക്കൾച്ചറേഷൻ.
സോ സർവൈവലിന് നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ എൻകൾച്ചറേഷൻ എസെൻഷ്യൽ ആണ്. പക്ഷെ അക്കൾച്ചറേഷൻ നമുക്ക് ആവശ്യമില്ല. മറ്റൊരാളുടെ കൾച്ചർ നമ്മൾ അങ്ങനെ എടുത്ത് ജീവിക്കണം എന്നുള്ള നിർബന്ധമില്ല. കൾച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു കൾച്ചർ മാത്രമാണ് എൻകൾച്ചറേഷനിൽ വരുന്നത്, നമ്മളുടെ ഓൺ കൾച്ചറാണ്. വേറസ് അക്കൾച്ചറേഷനകത്ത് രണ്ട് കൾച്ചറുകൾ വരുന്നുണ്ട്. ഒന്ന് നമ്മളുടെ ഓൺ കൾച്ചറും പിന്നെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്ന ഒരു ഫോറിൻ കൾച്ചറും. മോഡിഫിക്കേഷൻ എൻകൾച്ചറേഷന് നമുക്ക് എക്സിസ്റ്റിംഗ് പ്രാക്ടീസസിൽ ഒരു മോഡിഫിക്കേഷനും വരുത്തേണ്ടതില്ല. നമ്മളുടെ തന്നെ പ്രാക്ടീസസ് നമ്മളുടെ കൾച്ചറാണ് വ്യക്തമായിട്ട് പഠിക്കുന്നത്. എന്നാൽ അക്കൾച്ചറേഷൻ ആണെങ്കിൽ ഇറ്റ് മോഡിഫൈസ് ദി എക്സിസ്റ്റിംഗ് കൾച്ചറൽ പ്രാക്ടീസ്, നമ്മുടെ നിലവിലുള്ള കൾച്ചറൽ പ്രാക്ടീസിനെ അത് മാറ്റുന്നുണ്ട്. ദെൻ റിസൾട്ട്സ് ഇൻ അസിമിലേഷൻ. നമ്മളിപ്പോ നമ്മളുടെ ഒരു മാറ്റമോ നമ്മളുടെ ഒരു ചേഞ്ചോ അങ്ങനെ ഒരു കാര്യവും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ചിന്താഗതിയിലുള്ള ചേഞ്ചോ ഒന്നും എൻകൾച്ചറേഷനിൽ ഹാപ്പൻ ചെയ്യുന്നില്ല. പക്ഷേ അക്കൾച്ചറേഷൻ ആണെങ്കിൽ ഇവിടെ നമ്മളുടെ ചിന്താഗതികൾ മാറുന്നു, പുതിയ ഐഡിയാസ് നമ്മളുടെ ഉള്ളിലേക്ക് വരുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് അക്കൾച്ചറേഷനിലാണ്. സോ നമുക്ക് തന്നിരുന്ന ക്വസ്റ്റ്യനിലെ നാല് ഓപ്ഷൻസ് ഒന്ന് റെഫർ ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് എൻകൾച്ചറേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് അഡോപ്റ്റിംഗ് ഹോസ്റ്റ് കൾച്ചറൽ നോംസ്. നോ, ഹോസ്റ്റ് കൾച്ചറൽ നോംസ് അഡോപ്റ്റ് ചെയ്യുന്നത് എൻകൾച്ചറേഷൻ അല്ല, അത് അക്കൾച്ചറേഷൻ ആണ്. സോ എൻകൾച്ചറേഷൻ ഇസ് ദി ആന്ത്രോപോളജിക്കൽ ടേം യൂസ്ഡ് ഫോർ സോഷ്യലൈസേഷൻ ലൈക്ക് അക്കൾച്ചറേഷൻ. ഇത് രണ്ടും ഒരേ രീതിയിലാണ്. ദാറ്റ് വി എഗ്രി. ബോത്ത് ടേംസ് റെഫേഴ്സ് ടു ലേണിംഗ്, ദി പ്രോസസ് ഓഫ് ലേണിംഗ് ത്രൂ സോഷ്യൽ ഇന്ററാക്ഷൻ. ദാറ്റ് ഈസ് ട്രൂ. രണ്ട് ടേമും ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ഇന്ററാക്ഷൻ വഴി ലേൺ ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എൻകൾച്ചറേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് okay enculturation refers to the process of learning own culture and acculturation refers to the process of learning host culture norm. ഇത് ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ട്രൂ ആണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഒഴികെ ബാക്കിയുള്ള എല്ലാം ട്രൂ ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഔട്ട് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദം എക്സ്പ്ലെയിൻസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ എൻകൾച്ചറേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ ആസ് എ പാർട്ട് ഓഫ് ക്രോസ് കൾച്ചറൽ ട്രെയിനിങ്. ഇതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കി തരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ആൻസർ തെറ്റുണ്ടല്ലോ. ഇതിന്റെ ഡിഫറൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഐ തിങ്ക് ഇറ്റ്സ് തേർഡ് വൺ, റൈറ്റ്? ഫോർത്ത് വൺ അല്ലേ? എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? ഡി തന്നെയല്ലേ? ഡിയിലാണ് അതിന്റെ ഡിഫറൻസ് വ്യക്തമായിട്ട് പറയുന്നത്. എൻകൾച്ചറേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ലേണിംഗ് ഓൺ കൾച്ചർ, അവർ ഓൺ കൾച്ചർ, ആൻഡ് അക്കൾച്ചറേഷൻ റെഫേഴ്സ് ടു ദി പ്രോസസ് ഓഫ് ലേണിംഗ് ഹോസ്റ്റ് കൾച്ചറൽ നോം. സോ ഡി ആണ് റൈറ്റ് ആൻസർ, നോട്ട് ദി തേർഡ് വൺ. ഓക്കെ, തേർഡ് വൺ അതിന്റെ ഡിഫറൻസ് അല്ല, അതിന്റെ സിമിലാരിറ്റി ആണ് പറയുന്നത്. സെക്കൻഡ് വൺ സിമിലാരിറ്റി ആണ് പറയുന്നത്. വേറസ് ഫസ്റ്റ് വൺ തെറ്റാണ്. ഓക്കെ, സോ ഫോർത്ത് വൺ ഈസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ക്രോസ് കൾച്ചറൽ ട്രെയിനിങ് ആണ്. അതുമായി ബന്ധപ്പെട്ട് രണ്ട് പുതിയ ടേംസ് നമ്മൾ മനസ്സിലാക്കി, എൻകൾച്ചറേഷൻ ആൻഡ് അക്കൾച്ചറേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ പാർട്ട് ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടു കൺസ്യൂമേഴ്സ്? കൺസ്യൂമേഴ്സിനോടുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതിന്റെ പാർട്ടായിട്ട് നമുക്ക് ഏതാണ് പറയാൻ സാധിക്കുക? റീസണബിൾ ചാൻസസ് ആൻഡ് പ്രോപ്പർ സിസ്റ്റം ഓഫ് അക്കംപ്ലിഷ്മെന്റ് ആൻഡ് പ്രൊമോഷൻ, ടു സപ്ലൈ ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസസ് even when the sellers market, even there is say sellers market. നമ്മുടെ സബ്ജക്റ്റ് ഒന്ന് ചേഞ്ച് ആയി പോയിട്ടുണ്ട്, എന്നാലും ക്വസ്റ്റ്യൻ നോക്കാം. ഇത് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആയി ബന്ധപ്പെട്ടാണ്. എന്നാലും ഇംപ്രൂവിങ് ദി എഫിഷ്യൻസി ഓഫ് ദി ബിസിനസ് ഓപ്പറേഷൻ, രണ്ടിലും വരാട്ടോ. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് മാത്രമല്ല, നമ്മുടെ ബിസിനസ് മാനേജ്മെന്റ് ഇത് വരാം. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇംപ്രൂവിങ് ദി എഫിഷ്യൻസി ഓഫ് ബിസിനസ് ഓപ്പറേഷൻ ടു പ്രൊവൈഡ് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ബീങ് ഹേർഡ് ആൻഡ് റിഡ്രസ് ജെന്യൂൻ ഗ്രീവൻസസ്. ഇതിലേതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് കൺസ്യൂമേഴ്സ്? കൺസ്യൂമേഴ്സിനോടുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, സോ
കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് കൺസെപ്റ്റ്? സെൽഫ് റെഗുലേഷൻ ആണ്. അത് സോഷ്യലി അക്കൗണ്ടബിൾ ആവുക, സൊസൈറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ള സെൽഫ് റെഗുലേഷൻ ആണ് കമ്പനിയുടെ കേസിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദർ ഇസ് നോ വൺ റൈറ്റ് വേ കമ്പനീസ് ക്യാൻ പ്രാക്ടീസ് CSR. Many corporate CSR initiatives strives to positively contribute to പബ്ലിക്കിന് പോസിറ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുക, എൻവയോൺമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഇതൊക്കെയാണ് പല വേസ് ആയിരിക്കും. ഒരു പെർഫെക്റ്റ് ഒരു റൈറ്റ് വേ എന്നുള്ളത് നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കില്ല. സോ കൺസ്യൂമേഴ്സിനോടുള്ള കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് നമുക്ക് പറയാവുന്നത് ടു പ്രൊവൈഡ് ഗുഡ്സ് ഓഫ് സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലുള്ള ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുക, ടു ചാർജ് ഫെയർ പ്രൈസസ് റീസണബിൾ പ്രൈസസിൽ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുക, ദെൻ ടു പ്രൊവൈഡ് പ്രോംപ്റ്റ് ആൻഡ് കർട്ടിയസ് ആഫ്റ്റർ സെയിൽ സർവീസസ് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുക, ഹാൻഡിൽ കസ്റ്റമർ കംപ്ലൈൻറ്റ്സ് ആൻഡ് ഗ്രീവൻസസ് ക്വിക്ക്ലി, ടു അവോയ്ഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ലൈക്ക് അഡൾട്രേഷൻ, ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ്. നമ്മൾ ഇതിൽ പറഞ്ഞതിൽ 2 ഓപ്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. വൺ ഫെയർ പ്രൈസസ് ആൻഡ് ഗ്രീവൻസ് റിഡ്രസൽ. ഇത് രണ്ടുമാണ് നമ്മളുടെ ഓപ്ഷൻസിൽ വന്നിരുന്നത്. സി സപ്ലൈ ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസ്, ബി, ആൻഡ് തേർഡ് വൺ ഈസ് ദിസ് വൺ റിഡ്രസ് ഗ്രീവൻസ്. ഈ 2 പോയിന്റ്സും ആണ്. സോ ബി ആൻഡ് ഡി, ഓപ്ഷൻ 2. ഓക്കെ, സോ there are few more questions and ഞാൻ ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ അത് ഞാൻ കവർ ചെയ്തോളാം. സോ താങ്ക് യു.